നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവസാനം കാര്യങ്ങൾ കലങ്ങി തെളിഞ്ഞ് മറിഞ്ഞ് നന്നായി തെളിനീരായി വന്നുകൊണ്ടിരിക്കുന്നു. അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ആരവം ആരംഭിച്ചു കഴിഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്, അത് കഴിഞ്ഞാൽ ഉടൻ അസംബ്ലി തെരഞ്ഞെടുപ്പുണ്ട്. ഡിസംബറിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് 2025, 26 ഒരു ഏപ്രിലൊക്കെ ആകുമ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ഈ രണ്ട് തെരഞ്ഞെടുപ്പും വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ തോതിലാണ് രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ജോസ് കെ മാണി പാലായിൽ തോറ്റുപോയി. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ MP ആയത്. പക്ഷെ തോറ്റുപോയ ജോസ് കെ മാണി വീണ്ടും നിയമസഭയിൽ മത്സരിക്കും എന്ന് തന്നെയാണ് കേൾക്കുന്നത്. കാരണം അദ്ദേഹത്തിന് മത്സരിച്ചാൽ LDF വന്നാൽ, LDF അല്ല, അത് ഏത് മുന്നണിയിൽ നിന്നാലും വന്നാൽ മന്ത്രിയാവുന്ന ആളാണ്. UDFിൽ നിന്നാലും മന്ത്രിയാകാൻ സാധ്യതയുണ്ട്, LDFിൽ വന്നാലും മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ജോസ് കെ മാണി, ചെയർമാനാണല്ലോ. അപ്പോൾ ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കും എന്നാണ് പുതിയ വാർത്ത. അദ്ദേഹം മത്സരിക്കും. അതിന് പറയുന്ന ഒരു കാര്യം, പാലായിൽ മത്സരിച്ചില്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ മൊത്തം സീറ്റുകളെ അത് ഇമേജ് ബാധിക്കും. കണ്ടോ, ജോസ് കെ മാണി ചെയർമാൻ തന്നെ പാലായിൽ നിന്ന് ഓടിക്കളഞ്ഞു, അത് മാണി സി കാപ്പനെ പേടിച്ചിട്ടാണ്, പിന്നെ എന്ത് കേരള കോൺഗ്രസിൻ്റെ ഒരു ചോദ്യം വരും. അതുകൊണ്ട് തോറ്റാലും ജയിച്ചാലും പാലയിൽ തന്നെ നിൽക്കുക എന്നൊരു തീരുമാനം ജോസ് കെ മാണി എടുത്തു. പക്ഷേ തോൽക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം 2000 പേരുടെ യൂത്ത് ഫ്രണ്ടുകാരുടെ വലിയ സമ്മേളനം നടത്തി. അപ്പോൾ പാലായിൽ യൂത്ത് ഫ്രണ്ടുകാരുടെ വലിയ സമ്മേളനം നടത്തി. വലിയ തോതിൽ പാലയിൽ വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്തതാണ്. ഇടയ്ക്ക് വെച്ച് കടുത്തുരുത്തിയിലേക്ക് മാറിയതാണ് കോൺസെൻട്രേഷൻ. അദ്ദേഹം കടുത്തുരുത്തി കേന്ദ്രീകരിച്ച് പോയതാണ്. പക്ഷേ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള അവരെടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ഒരു കാരണവശാലും ഇനി കടുത്തുരുത്തിയിലേക്ക് പോണ്ട, പാലായിൽ തന്നെ തുടരാമെന്നുള്ളതാണ് ജോസ് കെ മാണി എടുത്തിരിക്കുന്ന തീരുമാനം. അങ്ങനെയാകുമ്പോൾ മറ്റൊരു കാര്യം കൂടി സേഫ് ആവുന്നുണ്ട്. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫിൻ്റെ സീറ്റ് ഒന്നുകൂടി ഉറയ്ക്കുകയാണ്. അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ്. കാരണം ജോസ് കെ മാണി അങ്ങോട്ട് ചെന്നാൽ മത്സരം കടുക്കുവാനുള്ള എല്ലാ സാധ്യതയും, പിന്നെ ജയിക്കുന്നതായിരുന്നു നമുക്ക് പറയാൻ കഴിയത്തില്ല. എന്നാലും ഒരു അപ്പർ എഡ്ജ് മോൻസ് ജോസഫിനുണ്ട്. പക്ഷേ അതുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു പ്രതിസന്ധിയും കൂടി കിടക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ജോസ് കെ മാണി മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അദ്ദേഹം നിയമസഭയിലേക്ക് വരുന്നു. അദ്ദേഹം പാലായിലാണ് മത്സരിക്കുന്നത് എന്നാണ് അറിയുന്നത്. അത് മറ്റൊരു വാർത്തയാണ്, കൗതുകമുള്ളൊരു വാർത്തയാണ്. 10-17 വോട്ടിന് മാത്രമാണ് തോറ്റത്. അപ്പോൾ അതിനകത്തൊരു 10,000 വോട്ട് മറിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ജോസ് കെ മാണി കയറി വരാൻ സാധ്യതയുണ്ട്. ഒരു ആൻറ്റി ഇൻകംബൻസ്, ഒരു MLA തുടർച്ചയായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആൻറ്റി ഇൻകംബൻസ് വളരെ വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ ആൻറ്റി ഇൻകംബൻസ് അല്ലെങ്കിൽ ഭരണവിരുദ്ധ MLA വിരുദ്ധ വികാരം പാലായിൽ കത്തിക്കുക എന്നുള്ളതാണ് ജോസ് കെ മാണിയുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി പറഞ്ഞു, പാലായിൽ മാണി സാർ കൊണ്ടുവന്നതല്ലാതെ ഒരു വികസനവും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് കറക്റ്റായ രീതിയിൽ തന്നെ മാണി സി കാപ്പനെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ സൂചന വരുന്നു, പാലായിൽ നിന്ന് ജോസ് കെ മാണിയുടെ കാറ്റ് വീശുന്നു. ജോസ് കെ മാണി തന്നെയായിരിക്കും പാലായിൽ സ്ഥാനാർത്ഥി. ജയിക്കുമോ, മുന്നണിയാകുമോ, ഏത് മുന്നണിയിൽ നിൽക്കും, ഭരണത്തിൽ വരുമോ, ഭരണത്തിൽ വന്നാൽ മന്ത്രിയാകുമോ എന്നുള്ളതൊക്കെ കാത്തിരിക്കുക 2026 മെയ് മാസം വരെ.